3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്ന വാഗ്ദാനവുമായി എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണന് ഡൽഹിയിൽ നിന്നും ഫോൺ വിളിയെത്തി. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നെന്ന് പറഞ്ഞെത്തിയ വ്യാജ ഫോൺ വിളിക്കെതിരെ എംഎൽഎ സൈബർ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. വാട്സ്ആപ്പ് വഴിയാണ് ഫോൺ വിളിയെത്തിയതെന്ന് വിദ്യാ ബാലകൃഷ്ണൻ എംഎൽഎ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഏലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണന് വാട്സാപ്പിൽ ഡൽഹിയിൽ നിന്നുള്ള വിളി വരുന്നത്. വയനാട് എംപി പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു എന്ന് പരിചയപ്പെടുത്തിയ ആൾ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. കേരളത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടാകുമെന്നും 3 കോടി രൂപ തന്നാൽ മന്ത്രിയാക്കാമെന്നുമായിരുന്നു വാഗ്ദാനം. ഫോൺ വിളി തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് കോഴിക്കോട് സിറ്റി സൈബർ പോലീസിൽ പരാതി നൽകുകയായിരുന്നെന്ന് വിദ്യാ ബാലകൃഷ്ണൻ എംഎൽഎ പറഞ്ഞു. ഇങ്ങനെ ഒരു ഫേക്ക് കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട കോളായിരുന്നു. ആ കോൾ വന്ന ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടി ആരംഭിക്കുകയുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹി നമ്പറാണ്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെയാണ് സംസാരിച്ചത്. അപ്പം സെയിം ഡേറ്റ് തന്നെ കമ്മീഷണറായിട്ട് ബന്ധപ്പെടുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് കോളാണ് വന്നത്. തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നതുകൊണ്ടാണല്ലോ അത് പോലീസ് പരാതി കൊടുത്തത്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾ അത് ക്ലോസ്ലി വാച്ചിങ് ചെയ്യുന്ന ആളുകൾ തന്നെ ആയിരിക്കും. കേരളത്തിൽ ഒരു MLA വിളിച്ചെങ്കിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ ഒരു MLA അല്ല, പല ആളുകളെ അവർ വിളിച്ചിട്ടുണ്ട്. പല ആളുകളെയും അവർ സംസാരത്തിൽ അങ്ങനെ പല ആളുകളെയും വിളിച്ച രീതിയിലാണ് അവർ സംസാരിച്ചത്. വിദ്യാ ബാലകൃഷ്ണന്റെ ഫോണിലേക്ക് വ്യാജമായി വിളിച്ച തട്ടിപ്പുകാരൻ കോഴിക്കോട് ജില്ലയിലെ MLA-മാരുടെ ഫോൺ നമ്പറുകൾ സംഘടിപ്പിച്ചിരുന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട്. മറ്റ് ചില MLA-മാർക്ക് കൂടി ഇത്തരത്തിൽ ഫോൺ വിളികൾ എത്തിയിരുന്നതായി വിവരമുണ്ട്. വിദ്യയുടെ പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.